കേരളത്തിൽ ഇനി പുതിയൊരു വിമാനത്താവളം വരും എന്നുള്ളതിൻ്റെ സാധ്യതകളാണ് തെളിയുന്നത്. എന്നോടൊപ്പം വി.കെ. ശ്രീകണ്ഠൻ MP ആണ് ഉള്ളത്. നേരത്തെ ലോക്സഭയിൽ പാലക്കാട് ഒരു വിമാനത്താവളം വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് അത് ട്രോളുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അതിൻ്റെ ഒരു സാധ്യതാ പഠനം തീരുമാനിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിൽ ഇനി ഒരു പുതിയ എയർപോർട്ട്, ശബരി വിമാനത്താവളത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്നത് പാലക്കാട് ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയായിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അതിന് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാരണമുണ്ട്. വെറുതെ ഒരു വിമാനത്താവളം ആവശ്യപ്പെടൽ. കഴിഞ്ഞ വർഷം ഞാൻ ലോക്സഭയിൽ ഈ കാര്യം ഉന്നയിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ എന്നെ പലരും കളിയാക്കി. അങ്ങനെ എല്ലാ ജില്ലയിലും എയർപോർട്ട് പറ്റുമോ? ഞാൻ ഇത് അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം പ്രഖ്യാപിച്ചു. നയം പ്രഖ്യാപിച്ചതിൽ 252 പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. ഏകദേശം 90ഓളം എയർപോർട്ടുകൾ തുടങ്ങി പ്രവർത്തനം സ്തംഭിച്ചതാണ്. അതുൾപ്പെടെ പുതിയ സാധ്യതകൾ പരിശോധിച്ച് 252 എയർപോർട്ടുകൾ വിഭാവനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപനം വന്നപ്പോഴാണ് എനിക്ക് ഈ ആശയം പ്രധാനമായിട്ടും ഉന്നയിക്കാൻ തോന്നിയത്. അതിന് 2-3 കാരണങ്ങളാണ്. ഒന്ന്, നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുന്നത് പാലക്കാട്ടാണ്. പാലക്കാട്ടെ കഞ്ചിക്കോട്ടാണ്. ഏകദേശം 10,000 കോടി രൂപ മുതൽ മുടക്കി കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു സംരംഭമാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭൂമി കൊടുക്കുന്നത് എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ 2 ഗവൺമെൻറ്റുകളും കൂടി നടത്തുന്ന ഈ സംരംഭം ഏകദേശം 50,000 അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് ജോലി കിട്ടുന്ന വൻകിട സംരംഭമാണ്. അപ്പോൾ കേന്ദ്രം അതിൻ്റെ പ്രവർത്തനം തുടങ്ങി, സംസ്ഥാനം സ്ഥലമെടുപ്പ് നടത്തി കൊടുത്തു. ഇനി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആഗോള ടെൻഡർ ക്ഷണിച്ചു, പ്രവർത്തനം തുടങ്ങാൻ പോകാം. രണ്ടാമത്, നമുക്ക് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ട് പാലക്കാടിനെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇത് രണ്ടും കൂടെ വരുമ്പോൾ വലിയ സാധ്യതകളാണ് നമ്മുടെ പാലക്കാട്. അതായത് കയറ്റുമതിക്കും ഇറക്കുമതിക്കും എല്ലാറ്റിനും ആഗോള കമ്പനികളാണ് വരുന്നത്, മൾട്ടിനാഷണൽ കമ്പനികളാണ് വരുന്നത്. അപ്പോൾ പുറത്ത് പോയി ജോലി കിട്ടുമ്പോൾ കിട്ടുന്ന ശമ്പളവും റെപ്യൂട്ടേഷനും നമ്മുടെ നാട്ടിൽ കിട്ടുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 10,000-കണക്കിന് പേർക്ക് തൊഴിൽ ഉണ്ടാകുന്ന വലിയ അവസരം വരുന്ന ഒരു ഭാഗത്ത്, കേരളത്തിലേക്ക് ആദ്യം അനുവദിച്ച പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായി, സ്ഥലമെടുപ്പ് കഴിഞ്ഞു, നിർമ്മാണം തുടങ്ങാൻ പോവുക. അതുപോലെ തന്നെ മണ്ണുത്തി, അതായത് പാലക്കാട് തൃശ്ശൂർ ഹൈവേ 6 വരി പാതയാക്കാനുള്ള അപ്രൂവൽ വന്നു കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മുടെ പാലക്കാട് ഒരുപാട് കൂടി വരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, പാലക്കാട് പിറ്റ് ലൈൻ വരികയാണ്. ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ തൊട്ടടുത്താണ് വാളയാർ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ട്രെയിൻ വഴിയുള്ള ഗതാഗതവും ചരക്ക് കടത്തും വളരെ സുഗമമായി നടക്കും. അങ്ങനെയാണ് ഈ സ്ഥലം തന്നെ പ്ലാൻ ചെയ്തത്. പാലക്കാട് പിറ്റ് ലൈൻ വരിക എന്ന് പറയുമ്പോൾ 1 ഡസൻ ട്രെയിനുകൾ, ലോങ് റണ്ണിങ് ട്രെയിൻസാണ്, ദീർഘദൂര ട്രെയിനുകൾക്ക് പാലക്കാട് നിന്ന് ആരംഭിക്കാൻ കഴിയും, സർവീസ് തുടങ്ങാൻ കഴിയും. ഇങ്ങനെ എല്ലാം കൊണ്ട് വരുമ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് കാർഷിക മേഖലയുടെ ഒരു പുരോഗതിയാണ്. കേരളത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്, എല്ലാത്തരം കൃഷി നടക്കുന്ന, എല്ലാ ഉൽപ്പന്നങ്ങളുള്ള, വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകളുള്ള, വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രിയമായിട്ടുള്ള പാലക്കാടൻ മട്ട, അരി ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയും. അതുപോലെ പ്രവാസികൾ, പാലക്കാടും മലപ്പുറവും അതുപോലെ തൃശ്ശൂരൊക്കെ പ്രവാസികളുടെ എണ്ണം വളരെയധികമാണ്. അവരുടെ യാത്ര, അവരുടെ വരവും പോക്കും എല്ലാം സുഗമമാകും. പിന്നത്തെ കാര്യം നമുക്ക് പറയാം, ഈ സംരംഭങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന റവന്യൂ വരുമാനം, കാർഗോ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരിടമായി പാലക്കാട് എയർപോർട്ട് മാറും. ഇതെല്ലാം വെച്ച് ഞാൻ മന്ത്രിക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അവിടെ ഒരു എയർപോർട്ട് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പെട്ടെന്ന് കഴിയില്ലല്ലോ. അതിന് സാധ്യതാ പഠനത്തിന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതുമായി മുന്നോട്ട് പോകും. ഭാവിയിൽ അടുത്ത തലമുറയ്ക്ക് തീർച്ചയായിട്ടും പാലക്കാട് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രതീക്ഷിക്കാം. ഈ സാധ്യതാ പഠനം എന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് വരുന്നത്? അതായത് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, വ്യവസായ പുരോഗതി, അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, അതിന് ഭാവിയിൽ എന്തെല്ലാം ആവശ്യം വരും, അതുപോലെ കാർഷിക മേഖല, അതുപോലെ യാത്രക്കാർ, എണ്ണ എടുക്കൽ, പിന്നെ അടുത്തുള്ള എയർപോർട്ടുകൾ. അപ്പോൾ അത് കുറേ സ്പ്ലിറ്റ് ചെയ്യും ഇവിടേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അതിന് സാധ്യതയുണ്ടോ, അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ള പരിശോധനയാണ്. പക്ഷെ അതിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉള്ളത്, സംസ്ഥാനത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ V.D. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് നിരന്തരമായി ആവശ്യപ്പെട്ടും
അവരൊന്നും സഹായിച്ചില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഗവൺമെൻറ്റും കൂടെ ഇത് പ്രപ്പോസലായിട്ട് കൊടുക്കണം. ഗവൺമെൻറ് അതിൽ ഇടപെടണം. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുണ്ടെങ്കിൽ നമുക്ക് വിമാനത്താവളത്തിന് എത്രയും പെട്ടെന്ന് തന്നെ അനുമതി കിട്ടും, നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഈ സാധ്യതാ പഠനത്തിൽ അത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സ്ഥലം ഏറ്റെടുപ്പായിരിക്കും. അത് ഇപ്പോൾ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കുറേ സ്ഥലം അങ്ങനെ നേരത്തെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പാലക്കാട് ഹെഡ് ക്വാർട്ടറിൽ വരണമെന്നില്ല. കാരണം 200 ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത്. 250 ഏക്കർ താഴെയുള്ളൂ. ഇതിന് ചുരുങ്ങിയത് ഒരു 1000 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഗവൺമെൻറ് ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നെൽപ്പാടം നികത്തിയോ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റും കൂടെ പരിശോധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ വേറൊന്നുണ്ട്, PPP പ്രകാരമാകാം. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലും ധാരാളം എയർപോർട്ടുകളുണ്ട്. ഗവൺമെൻറ് തന്നെ വേണമെന്നില്ല, സംരംഭകരെ കണ്ടെത്താം. ലോകത്ത് പാലക്കാട്ടുകാരായ കേരളത്തിലുള്ള ഒരുപാട് മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് ആലോചിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആകും, നമുക്കൊരു എയർപോർട്ടാകും, പൊതുവിൽ നമ്മുടെ നാടിൻ്റെ വലിയൊരു വികസനവും. അപ്പോൾ ഇനി അതൊരു സ്വപ്നം മാത്രമല്ല, ഒരുപക്ഷെ ചിറക് മുളയ്ക്കും. 100% എനിക്കിതിൻ്റെ ആരംഭത്തിൽ തന്നെ നല്ല ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വെറുതെ ഒരു എയർപോർട്ട് ആവശ്യപ്പെടില്ല. കാര്യകാരണ സഹിതം നമുക്ക് വ്യവസ്ഥാപിതമായുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ, മുൻകൈ എടുക്കാൻ സംസ്ഥാന സർക്കാരും കൂടെ വന്നാൽ 100% എയർപോർട്ട് വരും. എന്തായാലും കേന്ദ്ര സർക്കാർ സാധ്യതാ പഠനത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ സാധ്യതാ പഠനത്തിൽ വ്യത്യസ്ത കാര്യങ്ങൾ വരും. അതിൽ പാരിസ്ഥിതിക ആഘാത പഠനം, സാമൂഹ്യ ആഘാത പഠനം ഉൾപ്പെടെയുള്ളവ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.